ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. TBF-ന്റെ മറ്റൊരു മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ചിന്ന് നമ്മുടെ മധ്യേ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നത് കർത്താവിന്റെ ദാസൻ ജെയിംസ് ശാമുവൽ അങ്കിൾ മണ്ണന്തലയാണ്. കർത്താവിന്റെ ദാസനെയും വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ പാട്ടുകൾ പാടുവാൻ നമുക്ക് സാവകാശമുണ്ട്. പാടുന്നതിന് വേണ്ടി പ്രിയ സഹോദരൻ നവീൻ ജോസഫ് നമ്മുടെ മധ്യമുണ്ട്, തന്നെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം 2 ഗാനങ്ങൾ നമുക്ക് തന്നെ നിന്ന് പാടി കേൾക്കാം. അതിനെ തുടർന്ന് നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന പാട്ടുവസ്തുത്തിൽ നിന്ന് 1-2 പാട്ടുകൾ ഒടുവിൽ പാടാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പുല്ലാന്നുള്ള സഭയിലെ സഹോദരൻ ജോയിയെ ക്ഷണിച്ചോളൂ. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ കർത്താവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ സന്ധ്യയോടെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിയങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ കൂടി വരുവാൻ അനുവദിച്ച വലിയ സ്നേഹത്തിനായി സ്തോത്രം. പ്രഭാതത്തിൽ അടിയങ്ങളെ അങ്ങ് കരുതി അങ്ങേ മേശ്വരിക്ക് ആരാധിപ്പാൻ അവിടെ അടിയങ്ങൾ അങ്ങനെ സഹായിച്ചു. കർത്താവ് രാത്രിയോട് അടുത്തിരിക്കുന്ന സമയത്ത് അങ്ങയുടെ വചനം കേൾക്കുവാനും കേൾപ്പിക്കുവാനും പാടുവാനും അടിയങ്ങളെ അനുവദിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദിവ്യമായ അടിയങ്ങളോടുള്ള സ്നേഹത്തിനും കരുതലിനും കരുണയ്ക്കുമായി അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അടിയങ്ങളെ വീണ്ടെടുക്കുവാൻ, അങ്ങയുടെ അവകാശങ്ങളാക്കി തീർക്കുവാൻ, അങ്ങയുടെ സ്നേഹം കർത്താവെ അടിയങ്ങളുടെ മേൽ ചൊരിയുവാനൊക്കെ അങ്ങേക്ക് മനസ്സായതിനായി സ്തോത്രം. ഒരു യോഗ്യതയും അടിയങ്ങൾക്ക് പറയുവാനില്ല കർത്താവെ. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അയോഗ്യരായിരുന്നു കർത്താവെ. അടിയങ്ങളെ അങ്ങ് സ്നേഹിച്ചതിനായി സ്തോത്രം. നിത്യമായ സ്നേഹത്താൽ അടിയങ്ങളെ അങ്ങ് സ്നേഹിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായി അടിയങ്ങൾ രാത്രി അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് സ്തുതിക്കുന്നു, നന്ദി കരേറ്റുന്നു. അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപ ധാരാളമായി നൽകി സഹായിക്കണം. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ദാസമയം കടന്നുവരുന്നിടയാക്കണം. പാടുവാൻ അങ്ങയുടെ ദാസനെ സഹായിക്കണം. വചനമായ അങ്ങയുടെ ദാസനെ മധ്യ കൊണ്ടുവന്നതിനായി സ്തുതിക്കുന്നു. ആവശ്യമാകുന്ന ദൈവകൃപ നൽകണം കർത്താവേ. ഈ രാത്രിയിൽ അടിയങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്ന അടിയങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിനും ആത്മീക അഭിവൃദ്ധിക്കും കാരണമാകുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരം ഇടയാക്കണമേ. ഈ മിനിസ്ട്രി അങ്ങ് അനുഗ്രഹിക്കണമേ. അനേകം പേരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാനിടയാക്കണമേ. അനേകം പേരുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരുവാനിടയാക്കണമേ. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും സഹായിക്കണമേ. എല്ലാ നിലയിലും ഈ മിനിസ്ട്രിയോട് ഉന്നതത്തിൽ സഹകരിക്കുന്ന എല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് കർത്താവേ ശുശ്രൂഷ കാരണമായി തീരുവാനിടയാക്കണമേ. അടിയങ്ങളിൽ പശ്ചിമങ്ങളുടെ സന്നിധിയിലായിരിക്കട്ടെ. ആവശ്യമാകുന്ന ദൈവകൃപ നൽകി സഹായിക്കണം. ക്രിസ്തുയേശുവിന്റെ ധന്യവും ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായിട്ട് നാം കണ്ടുവരുന്ന ഒരു വസ്തുതയാണ് ദൈവമക്കൾക്കെതിരെയായിട്ടുള്ള പീഡനങ്ങൾ. ഇന്ത്യയിലാകട്ടെ മറ്റു രാജ്യങ്ങളിലാകട്ടെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുന്നു എന്ന കാരണത്താൽ അനേക 10,000-കണക്കിന് ജനങ്ങൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കേട്ടില്ല, ഏതാണ്ട് 1600 പേരാണ് ഇന്ത്യയിൽ തന്നെ പല ജയിലുകളിലായിട്ട് കഴിയുന്നത്. എന്താണ് അവർ ചെയ്ത കുറ്റം? യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു, യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് പിൻഗമിക്കാൻ തീരുമാനിച്ചു. അതാണ് അവർ ചെയ്ത കുറ്റം. എന്നാൽ എത്ര തന്നെ പീഡനങ്ങൾ ദൈവജനത്തിനെതിരെ അഴിച്ചുവിട്ടാലും നാം കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ആരും തന്നെ അധികമായിട്ട് ഈ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും പിന്മാറുന്നില്ല. ജയിൽവാസവും മറ്റെല്ലാ ഉപദ്രവങ്ങളും സന്തോഷത്തോടെ ഏറ്റുവാങ്ങി മരണം വരെ കർത്താവിനെ പിന്തുടരുവാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. എന്താണ് അതിന് കാരണം? യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ പീഡനങ്ങൾ ഒന്നുമല്ല. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് സഹിച്ച കഷ്ടപ്പാടുകൾ, അവന്റെ മരണം ഓർക്കുമ്പോൾ ഇതെല്ലാം നിസാരമാണ്, ഇതെല്ലാം വളരെ ലളിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയാണ്. ദൈവസ്നേഹം അത്രമാത്രം ശ്രേഷ്ഠമേറിയതാണ്. കോടാനുകോടി ജനങ്ങളെ ഇന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അതുല്യമായ സ്നേഹത്തിന്റെ വ്യക്തിമുദ്രയാണ് യേശു ക്രിസ്തു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് ആദ്യം പാടി കേൾക്കാം. ആരെല്ലാം മറന്നാലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം, ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം പ്രിയ കർത്താവിന്റെ ദാസൻ നവീൻ ജോസഫ് നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നു.
മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ഈ നല്ല സ്നേഹത്തെ തള്ളിക്കളയരുതേ, നടത്തിയ വിധങ്ങൾ മറന്നിടല്ലേ. ചിരിതൂകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ചിരിതൂകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ലോകത്തിൻ്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും. ലോകത്തിൻ്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും. സങ്കടത്തിൻ വേളകൾ വന്നിടുമ്പോൾ, വ്യാകുലങ്ങൾ ജീവിതയേറിടുമ്പോൾ, ഭയം വേണ്ട, പതറേണ്ട, തൊളിലേറ്റി നയിച്ചിടും നല്ല ദൈവം കൂടെയുണ്ട്. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. നാളെയെ ഓർത്തകതാരിൽ ആകുലം വേണ്ട. നാളെയെ ഓർത്തകതാരിൽ ആകുലം വേണ്ട. കരുതുമെന്നുര ചെയ്തോൻ കരുതിക്കൊള്ളും. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ചിരിച്ചാലും ഉള്ളിൽ വിതുമ്പും നിന്റെ നോവുകൾ അറിയും. എത്ര നല്ല നാഥനവൻ. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ഈ നല്ല സ്നേഹത്തെ തള്ളിക്കളയരുതേ, നടത്തിയ വിധങ്ങൾ മറന്നിടല്ലേ. ചിരിതൂകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ചിരിതൂകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു. ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ദൈവമക്കളായ നമുക്ക് ഈ ലോകത്ത് നിന്നുള്ള ഉപദ്രവങ്ങളും പീഡകളും മാത്രമല്ല, സ്വാഭാവികമായിട്ട് മറ്റ് പല പ്രയാസങ്ങളും നമ്മൾ നേരിടാറുണ്ട്. സാമ്പത്തിക ക്ലേശം, കുടുംബ തകർച്ചകൾ, ജോലി സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നമുക്ക് നേരിടാറുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാണ്.
അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കർത്താവിൽ വിശ്വസിച്ചവർക്ക് ആർക്കും സാധ്യമല്ല. എന്നാൽ ഒരു പ്രത്യേകത, ഈ മരുയാത്രയിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നാം നേരിടേണ്ടി വന്നാലും അതിലൂടെ എല്ലാം കടന്നു പോകുവാനുള്ള പ്രത്യേകമായ ദൈവകൃപ കർത്താവ് നമുക്ക് നൽകുന്നു. കർത്താവിൻ്റെ കൃപയും കരുതലും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നു. അവൻ നമ്മെ താങ്ങുന്നത് എത്ര അത്ഭുതകരവും അതിശയകരവുമായിട്ടാണ്. ഈ ലോകയാത്രയിൽ നമ്മൾ വാടി പോകാൻ പാടില്ല, തളർന്നു പോകാൻ പാടില്ല. കാരണം അവൻ നമ്മെ ശക്തിയോടുകൂടെ വഴി നടത്തുന്നവനാണ്. ഈ ആശയം വരുന്നൊരു പ്രസിദ്ധമായ ക്രിസ്തീയ ഗാനം നമ്മുടെ സഭാവിഭാഗത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ പോലും നമ്മളെല്ലാവരും ഏറ്റുപാടി ആശ്വസിക്കുന്ന ഒരു ഗാനമാണ് അഴലേറും ജീവിതം വരുവിൻ. ഈ ഗാനം കൂടെ നമുക്ക് പ്രിയ കർത്താവിനദാസൻ പാടി കേൾക്കാം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ? കരുതുക വേണ്ട നിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ?
കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അതിനുശേഷം പ്രിയ കർത്താവിന്റെ ദാസൻ ജെയിംസ് ശാമുവൽ അങ്കിൾ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇവിടെ മീറ്റിങ്ങിന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഇപ്പോഴാദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. എന്നോട് എന്ത് പറയണം എന്നുള്ളൊരു വ്യക്തമായ രൂപം എനിക്കില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പല ചിന്തകളും മനസ്സിൽ കടന്നു വന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നല്ല പങ്കും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെപ്പറ്റി ഒരു വിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കാം. എന്തായാലും നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ചില ഭാഗങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അനേക വാക്യങ്ങൾ പറയുമ്പോൾ അതിനോട്ട് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ ദൈവവചനമുള്ളവരെല്ലാം ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ ആദ്യമായിട്ട് എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെയിംസ് ശാമുവൽ എന്നാണ്. പേരിവിടെ പറഞ്ഞല്ലോ. ഞാൻ മണ്ണന്തലയുള്ള ദൈവജനത്തോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അനേക വർഷങ്ങൾ ജോലിയിലായിരുന്നു. 2018 ജനുവരി മുതലാണ് 2017 ലാസ്റ്റിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അന്ന് 2018 മുതൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അതിന് മുമ്പും തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നുവെങ്കിൽ തന്നെയും ജോലിയിലായിരുന്നല്ലോ. അതിന് മുതൽ എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനൊരു പൂർണ്ണസമയ സുവിശേഷമൊന്നും അല്ലെങ്കിലും പല ഭാഗത്തും കടന്നുപോയി കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയാകുവാൻ അതിനോട് ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വർഷവും ആണ്ടിൽ 1-2 പ്രാവശ്യമൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ പോകാറുണ്ട്. അവിടെ ചെന്ന് പലരുടെയും പ്രവർത്തനങ്ങൾ കാണാറുണ്ട്. ഞാൻ ദൈവമക്കളായിരിക്കുന്നവരോട് ഒരു അനുഗ്രഹത്തിനായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ അടുത്ത സമയത്ത് വടക്കേ ഇന്ത്യയിൽ പോയ സമയത്ത് അവിടെ ബൈബിൾ ട്രാൻസ്ലേഷൻ, അതായത് ഓഡിയോ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അവരുടെ പ്രവർത്തനത്തോട് ചേർന്ന് അവരോട് ചേർന്നൊരു മിഷൻ പ്രവർത്തനം എല്ലാ വർഷവും പോകാറുണ്ട്. ഈ വർഷം അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലാണ് പോയത്. അവിടെ പോയത് നാഗാലാൻഡ്, ത്രിപുര, ആസാം, പിന്നെ മേഘാലയ. 4 ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ്സ് ഇല്ലാത്ത ലാംഗ്വേജാണ്. ഭാഷയില്ല എന്ന് വെച്ചാൽ അക്ഷരഭാഷയില്ലാത്ത, സ്ക്രിപ്റ്റ്സ് ഇല്ലാത്ത ലാംഗ്വേജിൽ ദൈവത്തിൻ്റെ വചനം ഓഡിയോ ബൈബിളായിട്ട് കൊടുക്കും. ഒരു മീഡിയ പ്ലെയറിലാണ് അത് കൊടുത്ത് അതിൻ്റെ വ്യാഖ്യാനവും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണെങ്കിൽ അത് വായിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഏകദേശം 160 ഭാഷകളിൽ, ഇന്ത്യയിലെ 160 ഭാഷകളിൽ ഇപ്പം അവരെ ബൈബിൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം മെയിൻ ലാംഗ്വേജ് ഭാഷയുള്ള ഇഷ്ടംപോലെ ലാംഗ്വേജിലുണ്ട്, അതിലെല്ലാം ഫുൾ ബൈബിളുണ്ട്. എന്നാൽ മറ്റ് ലാംഗ്വേജിലെല്ലാം ഒന്നും ഫുൾ ബൈബിളില്ല. അനേക സ്ഥലങ്ങളിലും പുതിയ നിയമങ്ങളും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും അങ്ങനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ട്രൈബൽ ലാംഗ്വേജിൽ ട്രൈബൽ ആളുകൾ ലാംഗ്വേജ് അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആളുകളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ പറയാൻ വന്ന കാര്യം, ഞാൻ മേഘാലയയിലോട്ട് കടന്നു ചെന്നപ്പോൾ അത് ഏകദേശം സിറ്റിയിൽ നിന്ന്, ആസാമിൽ നിന്ന് 5 മണിക്കൂർ 6 മണിക്കൂർ ദൂരം ഉള്ള സ്ഥലമായിരുന്നു അത്. അത്രയും ദൂരം പോയാണ് ഞങ്ങൾ ആ സ്ഥലത്ത് ഇത് പോയത്. മേഘാലയയിലെ ബോർഡറിലാണ്. ആ സ്ഥലത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, ഞങ്ങൾ കടന്നു ചെന്ന സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ മുള കൊണ്ടുള്ള പാലത്തിൽ കൂടെയൊക്കെയാണ്, നടന്നൊക്കെയാണ് അനേക ദൂരങ്ങൾ പോയത്. വണ്ടിയൊന്നും കയറി ചെല്ലത്തില്ല.
അവിടെ ചെന്നപ്പോഴേ അവിടെ ഒരു സഹോദരിയും സഹോദരനും ചെറുപ്പക്കാരാണ്. ആ സഹോദരി ഞാൻ മനസ്സിലാക്കിയത് ഡൽഹി ഡീം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായ ഒരു സ്ത്രീയാണ്. അന്നത് പാസ്സായി കഴിഞ്ഞപ്പോൾ അവരുടെ പിതാവ് ഒരു സുവിശേഷനായിരുന്നു. അവരന്നൊരു ഡിസിഷൻ എടുത്തു, കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ മിസോറാമിൽ ഒരു യുവാക്കന്മാരുടെ ഇടയിൽ യുവതിമാരുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ ചേർന്ന് കുറച്ചാൾ കർത്താവിൻ്റെ വേല ചെയ്തു. അവിടെ വെച്ച് മേഘാലയക്കാരനായ ഒരു സഹോദരനെ വിവാഹം കഴിച്ചു. ആ സഹോദരന് അവിടുത്തെ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു, ഏറ്റവും റിമോട്ടായിട്ടുള്ള വില്ലേജിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യാം എന്ന് പറഞ്ഞു. ആ സഹോദരനാണ് ആ ട്രൈബലിലുള്ള ഭാഷകളിൽ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ആ സഹോദരിയും സഹോദരനും കൂടെ ഓരോ ട്രൈബൽ ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെല്ലാം ഒരു ഭാഷ സംസാരിക്കും. കോമണായിട്ട് അവർക്ക് ഭാഷയുണ്ടെങ്കിലും ചെറിയ ചെറിയ ട്രൈബൽ വില്ലേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർ 3 വില്ലേജിൽ 3 സ്കൂള് നടത്തുന്നുണ്ട്. ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ നാട്ടിലെ പോലെ സ്കൂളൊന്നുമല്ല. അതിൻ്റെ ഭിത്തിയെല്ലാം മുള കൊണ്ടൊക്കെ കെട്ടിയതാണ്. മുളയുടെ ഓല കൊണ്ടും മുളയുടെ ചീള് കൊണ്ടും ഒക്കെ കെട്ടിയതാണ്. അത് ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ആ ഹോളിനകത്ത് കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിക്കുകയാണ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ദിവസങ്ങളിലും പഠിപ്പിക്കും. കൂടുതൽ സമയവും അവർ കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും സുവിശേഷം പറയുക. ആ ഗ്രാമത്തിൽ കുറച്ച് സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം ഈ ബാപ്റ്റിസ്റ്റുകാരുടെ ഡോമിനേഷൻ ഉള്ളതുകൊണ്ട് വലിയ പീഡനം മറ്റു സ്ഥലങ്ങളിലെ പോലെ ഇല്ല. ഗുവാഹട്ടിയിൽ നിന്നൊരു 4-5 മണിക്കൂർ ഉള്ളിലാണ്. വാസ്തവത്തിൽ അവർക്ക് യാത്ര ചെയ്യുന്നത് ഫോറസ്റ്റിൽ കൂടെയാണ് അവർ യാത്ര ചെയ്യേണ്ടത്. ഞങ്ങൾ പോയ സ്ഥലം ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ കൂടെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഫോറസ്റ്റിൽ കൂടെ പോകാതെ വേറെ വഴിയായി പോയത്. അതുകൊണ്ട് അവിടെ ചെന്നെത്താൻ വിഷമമാണ്. ഇവർ ആഴ്ചയിൽ ഒരിക്കലാണ് അവരുടെ ഷോപ്പിംഗ് നടത്തി സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരാവശ്യമുള്ള കൃഷിയൊക്കെ ചെയ്ത്, ഞാൻ പറയാൻ വന്നത് അവരെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. കാരണം വളരെ ഹൈഫൈ ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന അവരെ ആ ദേശത്ത് വന്ന് കർത്താവിൻ്റെ വേല അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന കണ്ടാൽ, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാ വർഷവും സിറ്റിയിലെ സ്കൂളിൽ കൊണ്ടുപോയി മറ്റു പിള്ളേരോടൊപ്പം പരീക്ഷ എഴുതിക്കുക. ആ കുഞ്ഞുങ്ങളും അവരോടൊപ്പമാണ് പഠിക്കുന്നത്. വളരെ മിടുമിടുക്കരായ 2 കുഞ്ഞുങ്ങളാണ്. ദൈവത്തിൻ്റെ വേല അങ്ങനെ ചെയ്യുന്ന അനേക ആളുകളെ കണ്ടു. അവരുടെ ഭാഷയിൽ അവർ പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും അവർക്കറിയാവുന്ന ദൈവവചനമൊക്കെ പറയുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഇവിടെ നമ്മൾ വളരെ ദൈവവചനം മത്സരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരുടെ നടുവിൽ നിന്നും ഇങ്ങനെയുള്ളവരുടെ ആത്മാർത്ഥത കണ്ടപ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർ അവരാണോ എന്ന് തോന്നിപ്പോയി എന്ന ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു. അത് ഞാൻ ഒരു ആത്മീയ നമ്മുടെ ഒരു വളർച്ചയൊരു കാഴ്ചപ്പാടിന് വേണ്ടി പറഞ്ഞതാണ്. പലപ്പോഴും കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ആലോചനയ്ക്കായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-ാം വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുന്നതാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതുന്ന ആ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്ന അവരെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെപ്പറ്റി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങളെ ദൈവം മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ശുദ്ധീകരിക്കപ്പെടുവാറാകട്ടെ. ഈ 3 പദങ്ങളാണ് പ്രധാനമായിട്ടും ഞാനിന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല എങ്കിൽ തന്നെയും അതൊരാളെ വരെ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്നത് ആത്മാവ്, പ്രാണൻ, ദേഹം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവവചനപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഒരു ഫോം എല്ലാം ദൈവം സൃഷ്ടിച്ചു. ദൈവം ഒരു പക്ഷെങ്കിൽ ഈ ഞാടിഞരമ്പുകളും നമുക്കറിയാം ഒരു വലിയ മെക്കാനിസം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ രക്തം തക്ക സമയത്ത് ഓടണം, നമ്മുടെ ഹൃദയം സ്പർശിക്കണം, നമ്മുടെ വായു കടന്നു ചെല്ലണം. നമുക്കറിയാൻ വയ്യാത്ത ഒത്തിരി ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കൽ ബോഡിയിൽ നടക്കണം. ആ ഒരു മെഷീൻ പോലെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ എല്ലാം സംവിധാനം ഒരുക്കിയിട്ട് അതെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. അവരുടെ മനുഷ്യൻ്റെ മൂക്കിൽ എന്ത് ചെയ്തു? നിങ്ങൾ എന്നോട് ചേർന്ന് പറയാൻ നമുക്കൊന്ന് ചിന്തിക്കാം. മൂക്കിൽ
ജീവശ്വാസം ഊതി. നമുക്കറിയാം, ദൈവം സകലതിനെയും അവൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സകലവും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ മൃഗങ്ങളെ ഒന്ന് സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയില്ല. പക്ഷെ അതും ജീവനുള്ള മൃഗങ്ങളായിരുന്നു, ജീവനുള്ള പക്ഷികളായിരുന്നു. അതിനൊന്നും ജീവൻ കൊടുക്കാൻ വേണ്ടി ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതിയതായിട്ട് കാണുന്നില്ല. ഇവിടെ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അത് വിവരിക്കാൻ സമയമില്ല, ആ അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം അവിടെ ഊതിയ അതായത് ശ്വാസം എന്ന് പറയുന്നത്, അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ അവർ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് പറയുന്നത്. അവിടെ ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്ന് ശരീരമായി മാറിയെന്നല്ല പറയുന്നത്, ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ ദേഹിക്കും ആത്മാവിനും പ്രത്യേകമായ സ്ഥാനമുണ്ട്. നമുക്കറിയാം, മനുഷ്യനെ ദൈവം ഈ 3 ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചത്: ദേഹം, ദേഹി, ആത്മാവ്. നമ്മളെല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, ദേഹം. എന്നാൽ ദൈവവചനം പറയുമ്പോൾ ആത്മാവ്, ദേഹി, ദേഹം എന്നാണ് തിരിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആത്മാവാണ്. മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്, ദൈവം നൽകിക്കൊണ്ടാണ്, ഒരു ആത്മാവോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞല്ലോ, 3 ഘടകങ്ങൾ മനുഷ്യനുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളെ തന്നെ ഇത് ചിന്തിച്ചാൽ അറിയാൻ കഴിയുന്നുള്ളൂ. ഇത് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നമുക്ക് ദേഹിയും ദേഹത്തെ പറ്റിയും വളരെ ബോധ്യമുണ്ട്. കാരണം നമ്മുടെ ശരീരം കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മളെല്ലാ പ്രവർത്തനത്തിനും ആരംഭം കുറിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് വരാൻ വേണ്ടി നമ്മൾ ആലോചിച്ചു, തക്ക സമയത്ത് ആലോചിച്ച് ഇവിടെ കടന്നു വന്നു. നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രം ദൈവവചനം പറയുന്ന ഹൃദയമെന്നാണ് പറയുന്നത്. അതിനെ ഹൃദയമെന്നൊക്കെ പഴയ നിയമത്തിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ, ആ ദൈവവചനത്തിൽ പറയുന്ന ഹൃദയം എന്ന് പറയുന്നാൽ മാംസളമായ ആ ഒരു ഘടനയല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു ഓർഗനെ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അവൻ്റെ മനുഷ്യൻ്റെ ദേഹിയെ പറ്റിയാണ്. അവൻ്റെ ചിന്താശക്തി, അവൻ്റെ ബുദ്ധിയുടെ സ്ഥലം, അതിൻ്റെ വികാരത്തിൻ്റെ സ്ഥലം. ഞാനിപ്പോഴേ ഇനിയോട്ട് വരണമെന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നും നമ്മുടെ ബുദ്ധി ഇല്ലാതല്ല ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയുടെ ഒരു സ്ഥലമുണ്ട്. അതാണ് ദേഹി എന്ന് പറയുന്നത്. ശരീരം നമുക്കറിയാം, നമ്മളീ കാണുന്ന അക്ഷരികമായിരിക്കും, നമ്മൾ കാണാൻ കഴിയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ട് അറിയാൻ കഴിയുന്ന നമ്മുടെ ശരീരം. എന്നാൽ മറ്റൊരു കാര്യം, ദൈവം മനുഷ്യനെ ഒരു ആത്മാവ് നൽകിയിട്ടുണ്ട്. ഈ ആത്മാവെന്ന് പറയുന്നത് നമുക്ക് അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ 1 കൊരിന്തി, ഇതെല്ലാം നിങ്ങൾക്ക് പരിചയസമ്പന്നമായ വാക്യങ്ങളായിരിക്കും, എന്നാൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ എന്നായിരിക്കും. 1 കൊരിന്തി 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവ്, അതായത് മനുഷ്യരിൽ ആരും തിരിച്ചറിയും. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയ അറിവിനായി ദൈവത്തിൽ നിന്നത്ര ആത്മാവിനെ പ്രാപിച്ചത്. അത് നിങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി വിളിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നുമില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ഇവിടെ 3 തരം മനുഷ്യരെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുന്നത്, ഇവിടെ നാച്ചുറൽ മാൻ, നമ്മളെ ഒരു രക്ഷിക്കപ്പെടാത്ത മനുഷ്യനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അവിടെ നാച്ചുറൽ മാൻ, അതിനുശേഷം ജഡീകൻ എന്ന് പറയുന്നുണ്ട്, ആത്മീയൻ എന്ന് പറയുന്നുണ്ട്. ഞാനിത് പറയാൻ വരുന്നതിന് മുൻപ് ഒരു കാര്യം ചിന്തിക്കട്ടെ. നേരത്തെ ഓർത്തതുപോലെ ഞാനിത് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ സ്ലൈഡൊക്കെ വെച്ച് അതിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയാറുണ്ട്. അതായത് ഈ ആത്മാവ് ദൈവം മനുഷ്യന് നൽകിയത്, മനുഷ്യൻ്റെ ഒരു ആത്മാവുണ്ട്. ഏത് മനുഷ്യനും ആത്മാവുണ്ട്. നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് നോക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും
ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആത്മാവിൻ്റെ അധിപതി, നമ്മുടെ ആത്മാക്കളുടെ ഇടയവനായിട്ടാണ് നമ്മൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേരുന്ന ഘടകമാണ് ദൈവീക ബോധത്തിൻ്റെ സ്ഥലം. നമുക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആത്മാവ് ദാനം, നമ്മുടെ ആത്മാവോട് നാം ദൈവമക്കളെന്ന് പറയുന്നു എന്ന് പറയുന്ന ഭാഗം വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ആത്മാവ് ദാനം നമ്മളോട് സാക്ഷ്യം പറയാണ്. അത് എബ്രായ ലേഖനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ അവിടെ പറയുന്ന ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നമ്മൾ ദൈവമക്കളെന്ന്. അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം ആരെങ്കിലും നോക്കിയാൽ നന്നായിരിക്കും. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രവർത്തിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഞാൻ പറഞ്ഞത്, മനുഷ്യനിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേരുമ്പോഴാണ് അത് ജീവനുള്ള ആത്മാവായി തീരുന്നത്. ജീവൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ജീവനുണ്ട്, സകല മനുഷ്യർക്കും ശക്തിയുണ്ട്, സകല മനുഷ്യർക്കും ജലമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ജീവൻ എന്ന് പറയുന്നിടത്തെല്ലാം ദൈവത്തോട് ചേർന്ന ലൈഫിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുന്നത് മൃഗം ജീവനുള്ള ഒരു ദേഹിയായി, അല്ലെങ്കിൽ ഒരു ദേഹിയല്ല, ഒരു ജീവിയായി തീർന്നത് പോലല്ല ഹ്യൂമൻ ബീയിങ്സ് ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് അവനെ ദൈവത്തിൻ്റെ ജീവനിൽ അവനിലേക്ക് പകർന്നു. അതിനുവേണ്ടിയാണ് ദൈവം നോക്കിൽ ജീവശാസ്ത്രം ഊതിയത്. ഈ ആത്മാവെന്ന് പറയുന്നത് ദൈവം അവന് നൽകിയതാണ്. നമുക്ക് അനേക ഭാഗങ്ങളിലായിരിക്കാം നമുക്ക് പരിചയസമ്പന്നമായ വാക്കുകൾ സംഭവമാണല്ലോ ലാസറിൻ്റെയും ധനവാന്റെയും കഥ. അവിടെ ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. അപ്പോഴേ ലാസറിൻ്റെ ആത്മാവ് എവിടേക്ക് പോയി എന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്കും അബ്രഹാമിൻ്റെ മടിയിലേക്കും. ധനവാന്റെ ആത്മാവ് യാതനാസ്ഥലത്തേക്കും പോയി എന്നാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവ് തന്നെ സൃഷ്ടിച്ചവൻ്റെയിലേക്ക് മടങ്ങിപ്പോകും. അത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യനുള്ളത്. ഈ മനുഷ്യനുള്ള ദേഹത്തെയും ദേഹിയെയും നിയന്ത്രിക്കുവാൻ അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകം ആത്മാവാണ്. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചിന്തിക്കുക. ഒന്ന് ആത്മാവ്, രണ്ട് ദേഹി, മൂന്നാമത് ദേഹം. നമ്മുടെ ബുദ്ധിയും വികാരവും നമ്മുടെ എല്ലാ ചിന്തകളും കടന്നു വരുന്ന ഹൃദയത്തിൽ നിന്നാണ്. ഈ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് നമ്മളിലുള്ള ആത്മാവാകുമ്പോൾ മാത്രമേ. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ആത്മാവ് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന അധിപതിയായവനെ, ആകാശത്തിലെ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന അധിപതിയായവനെ അനുസരിച്ച് നടന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റൂളർ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്ന, റൂളർ ഓഫ് ദി ഈ പവർ ആയിരിക്കുന്ന ആ സാത്താനെ അനുസരിച്ച് നടക്കുന്ന ആത്മാവാണ് ഈ ഭൂമിയിലെല്ലാം ഉള്ള ആത്മാവ്. നമ്മൾ അതിൻ്റെ എഫേസ്യ ലേഖനത്തിൽ ആ വാക്യം വളരെ ക്ലിയറായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാത്ത സകല മനുഷ്യരുടെയും ആത്മാവിൻ്റെ ഉടയവൻ പിശാചാണെന്നാണ് പറയുന്നത്. ഈ ആത്മാവ് കാരണം വീണുപോയ മനുഷ്യവർഗത്തിൻ്റെ ആത്മാവിൻ്റെ അധിപതി എന്ന് പറയുന്നത് പിശാചാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ ആത്മാവിൻ്റെ അധിപതി എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്, ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. നമ്മളിലേക്ക് നാം രക്ഷിക്കപ്പെടുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ എന്നാ പറയുന്നത്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളെ
കർത്താവിനെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നത് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്നുള്ളത് സംഭവിക്കേണ്ടത് നമ്മുടെ ദേഹിയിൽ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദൈവം തരുന്നത് നമ്മളിലേക്ക് ആത്മാവിനെ അയക്കുകയാണ്. അതിനെ നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയമാണ്. യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലും എല്ലാ അധ്യായത്തിലും അതിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരാത്മാവും ദൈവത്തിലുള്ള. എല്ലാ മനുഷ്യനും ഈ ആത്മാവുണ്ട്. ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ആത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവോടുകൂടി ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോഴാണ് നാം ദൈവമക്കളെന്ന് നമ്മൾ അറിയുന്നത്. ഈ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതാണ് ഇവിടെ പറയുന്നത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും അവനുള്ളതല്ല. അവിടെ അതിനുശേഷം നമ്മൾ അത് മുൻപോട്ട് ചെന്നത് അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയും. അതുപോലെ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 5-ന്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ച് ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അവിടെ നമ്മൾ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചയസമ്പന്നമായ ചാപ്റ്ററാണ് നിക്കോദീമോസിന്റെ ചരിത്രം. നിക്കോദീമോസിനോട് കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് പറയുന്നത് എന്താ പറഞ്ഞത്? വെർലി ഞാൻ നിന്നോട് പറയുന്നത് എന്താ പറയുന്നത്? ആത്മാവാലും വചനത്താലും ജനിച്ചില്ല എങ്കിൽ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയില്ല. ഇവിടെ വീണ്ടും ജനിക്കുക എന്നുള്ളത് ആ ഭാഗത്തിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിച്ചത്. ഇവിടെ വീണ്ടും ജനിക്കുക എന്നുള്ളത് 2ാം ജനനമാണ്. മനുഷ്യനെ നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നെല്ലാം നമ്മൾ ജനിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, നിക്കോദീമോസിനോട് പറയുന്നത്, നിക്കോദീമോസ് വാസ്തവത്തിൽ യഹൂദന്മാരുടെ പ്രമാണം എല്ലാം ഉള്ളവനായിരുന്നു. അവനോട് പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറയുന്നു. അവിടെ പറയുന്നത് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അവിടെ പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. അവിടെ ആത്മാവിനെ അവിടെ താരതമ്യപ്പെടുത്തി പറയുന്നത് അത് കാറ്റിനോടാണ്. കാറ്റ് ഇഷ്ടമുള്ളവർ തൊടുന്നു, അതെവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ കർത്തവ്യം നടക്കുന്ന ഒരു സെക്കൻഡ് ബർത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ്. ഒരു 2ാം ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. 1ാം ജനനം അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. അവിടെ പറയുന്നത് എന്താ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാൻ അധികാരം കൊടുത്തു. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാക്യം അതിനടുത്തതാണ്. 1-ാം അധ്യായം 13-ാം വാക്യം എന്താ ശിശുൻ വായിക്കുന്നത്? എന്താ? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ the second birth took place through the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നതിനെയാണ് 2ാം ജനനം എന്ന് പറയുന്നത്. ഈ 2ാം ജനനം ഉണ്ടാകുന്ന ഒരു വ്യക്തി മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസത്താൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവമക്കളായി തീരുകയില്ല.
പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയിക്കൊണ്ടുവരുന്ന കാലങ്ങളാണ്. എന്നാൽ എന്നേക്കും വസിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരുമ്പോഴേ നമുക്കറിയാം അതിനെ ദൈവം തന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാക്കി നമ്മളെ തീർക്കുകയായിരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായി തീർന്നു. ഈ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ കടന്നു ചെല്ലുന്ന സ്ഥലം വാസ്തവത്തിൽ നമ്മളതിനെ പുണ്യസ്ഥലമെന്ന് പറയുന്നെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് പുണ്യസ്ഥലമാകുന്നത് ദ പ്രസൻസ് ഓഫ് ദ ലോർഡാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ്. അത് സാധാരണ മരം കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ പൊന്നുകൊണ്ട് പൊതിഞ്ഞതോ ആയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണം ബിക്കോസ് ഓഫ് ദ ഷഖീന ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ പ്രഭ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ ആ സ്ഥലം എന്തായി മാറുന്നു? അത് വിശുദ്ധ സ്ഥലമായി മാറുന്നു. സമാന കൂടാരം അതിനുശേഷം ഇപ്പോഴാരെങ്കിലും കെട്ടിപ്പൊക്കിയിട്ട് അതുപോലെ പഴയ നിയമത്തിലെ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിശുദ്ധ സ്ഥലമാകുമോ? ഞാനതിന് ഉദാഹരണം വേറെയും പറയാൻ കഴിയും. മോശ പർവ്വതത്തിലേക്ക് കടന്നു ചെന്നപ്പോഴേ ജനം താഴെ നിൽക്കുകയായിരുന്നു. ദൈവം അവിടെ പറഞ്ഞു, നിങ്ങൾ ഒരു മൃഗമെങ്കിലും ഒരു മനുഷ്യനെങ്കിലും എന്ത് ചെയ്യരുത്, പർവ്വതത്തെ തൊടരുത്. അതിൻ്റെ തലേ ദിവസവും അതേ പർവ്വതം തന്നെയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഒരു പർവ്വതം തന്നെയാണ്. അത് സാധാരണ ഭൂമിയാണ്. ആ ഭൂമിക്ക് ഒരു പ്രത്യേകതയുമില്ല, ആ മലയ്ക്ക് ഒരു പ്രത്യേകതയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ വന്നപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ ആ സ്ഥലം എന്തായി മാറി? എന്നോടൊപ്പം പറ, ആ സ്ഥലം വിശുദ്ധമായി മാറി. മോശ മരുഭൂമിയിൽ ആടുകളെ പുലർത്തിക്കൊണ്ടിരുന്നപ്പോൾ, അതിനെ പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എന്ത് കണ്ടു? മുൾപ്പടപ്പുഴയിൽ തീ കത്തുന്നതായി കണ്ടു. അപ്പോഴേ മോശയോട് ദൈവം എന്താ പറഞ്ഞത്? നീ നിൽക്കുന്ന സ്ഥലം എല്ലാ ദിവസവും മോശ ആ സ്ഥലത്തുള്ള നടക്കുന്നതാണ്. പക്ഷേ അന്നെന്താ പറഞ്ഞത്? നീ നിൽക്കുന്ന സ്ഥലം, എന്തുകൊണ്ട് ആ സ്ഥലം വിശുദ്ധമായത്? വളരെ ശ്രദ്ധിക്കുക. ആ സ്ഥലം അതേ ഭൂമി തന്നെയാണ്. അത് ആ സ്ഥലത്തിന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. When the presence of the Lord came to that place, അത് ഹോളി പ്ലേസ് ആയിട്ട് ആ സമയത്തേക്ക് മാറുകയാണ്. ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വരികയാണ്. ദൈവം ഒരു മനുഷ്യനെ ശുദ്ധിമാനാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് പകർന്നുകൊണ്ടാണ്. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഞാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ നീതിമാനായിത്തീരുന്നത്, വിശുദ്ധനായിത്തീരുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ ദൈവവേദനെന്നും ഞാൻ ജീവിത വിശുദ്ധിയുള്ളവനെന്നും ഞാൻ ജീവിതത്തിൻ്റെ വേർപാടുള്ളവനെന്നും പറയാനായിട്ട് കഴിയുള്ളൂ. അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പെർമനൻ്റ് ആയിട്ട് അവരുടെ ഹൃദയത്തിൽ വസിക്കാത്തതുകൊണ്ട് അവരിന്നും പ്രാകൃത മനുഷ്യരാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. കാരണം നമ്മളാരും ദൈവമക്കളായത് നമ്മളുടെ ബലം കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ജഡത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ദൈവമകനാണെന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം, അതിനുള്ള വിശ്വാസം, അതിനുള്ള ധൈര്യം, അതിനുള്ള കഴിവ് ദൈവം എനിക്ക് തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് പറയുകയാണ്, യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ മകനാകുന്നു, ദൈവത്തിൻ്റെ പുത്രനാകുന്നു, ദൈവത്തിൻ്റെ മകളാകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ശുദ്ധിമാനായിത്തീരുകയാണ്. അല്ലാതെ എന്നിൽ തന്നെ നന്മയൊന്നുമില്ല. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ തടസ്സമായിരുന്ന എല്ലാ പാപങ്ങളും മാറ്റിയിട്ട് നമ്മളെ ദൈവസന്നിധിയിലേക്ക് ദൈവം തന്നെയാണ് പ്രവേശിപ്പിച്ചത്. നമ്മളെ നീതീകരിച്ച ദൈവമാണെന്നാണ് പറയുന്നത്. നീതീകരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതൊരു ലീഗൽ വേർഡാണ്. അതായത് നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക, കുറ്റം ചെയ്യാത്തവനെ കുറ്റം ചെയ്തിട്ടില്ലാത്തവനെന്ന് പ്രഖ്യാപിക്കുക. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കോടതിയിലും അത് നടക്കത്തില്ല. കോടതിയിൽ ചിലപ്പോൾ ക്ഷമാപണം കൊടുത്തെന്നിരിക്കും, പാഠനമൊക്കെ കൊടുത്തെന്നിരിക്കും. പക്ഷേ കുറ്റം ചെയ്തവനെ കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു കോടതിയും പറയില്ല. ഞാനൊരു കുറ്റം ചെയ്താൽ ആ കുറ്റം ഒരുപക്ഷെ ക്ഷമിക്കാൻ ചില വകുപ്പുകൾ ഉണ്ടായിരിക്കാം.
അല്ലെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ ചില പ്രത്യേക ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി അവന് ഒരു ക്ഷമാപണം ചില താഴ്ച കൊടുക്കാം. എന്നാൽ അവൻ കുറ്റക്കാരനല്ല എന്നുള്ള നിലയിൽ പറയുകയില്ല. ഇവിടെ ദൈവത്തിൻ്റെ നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്ത പാപമില്ല എന്ന് ഡിക്ലെയർ അക്വിറ്റഡ് ആയിട്ട് എന്നെ ആസ് ഇഫ് ഐ ഹാവ് നോട്ട് ഡൺ എനി സിൻ. ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്നതുപോലെ ദൈവം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഈ ജസ്റ്റിഫിക്കേഷന്റെ ഗ്യാരണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നത്. കാരണം ദൈവം എന്നെ ഹോളിയാക്കുന്നത്, എന്നെ ദൈവമകനാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയങ്ങളിൽ തന്നുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ആത്മാവിനാൽ ജനിക്കുമ്പോൾ ഞാൻ ദൈവമകനായി തീരുകയാണ്. അങ്ങനെ ദൈവം തന്നെ എന്നെ നീതീകരിച്ച്, ദൈവം തന്നെ എന്നെ വേർപിടിച്ച് എന്നെ ദൈവത്തിൻ്റെ മകനാക്കിയിരിക്കുന്നു. കാരണം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മനസ്സുള്ളവനായി തീരുകയാണ്. അങ്ങനെയില്ലാത്തത് ഞാൻ പറയട്ടെ, വീണ്ടും ജനനം പ്രാപിക്കാത്തവരാരും തന്നെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രസംഗിച്ചാലും അവരാരും ദൈവമക്കളല്ല. ദൈവമക്കൾ എന്നുള്ളതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ബോധം നമുക്ക് തരുന്ന സ്ഥലമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ബുദ്ധിയെയും നമ്മുടെ വികാരത്തെയും നമ്മുടെ ആലോചനയെയും നിയന്ത്രിക്കുമ്പോൾ ആ നിയന്ത്രണത്തിൻ്റെ പ്രതിഫലമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ശിവനെ പോയെന്ന് അടിക്കണമെന്ന് വിചാരിക്കുക അന്ന്, അല്ലെങ്കിൽ അവന് വേണ്ടി എന്തെങ്കിലും ദോഷം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ കൂടെ അത് ചെയ്യുകയാണ്. കാരണം അവിടെ എന്നെ കൺട്രോൾ ചെയ്യേണ്ട ആരാണ്? എന്നിലുള്ള ആത്മാവാണ്. എന്നിലുള്ള ആത്മാവ് എന്നെ കൺട്രോൾ ചെയ്യാതെ വരുമ്പോൾ, എന്നിലുള്ള ആത്മാവ് സാത്താൻ്റെ ആത്മാവായി തീരുമ്പോൾ, സാത്താൻ്റെ അധിപതിയായി തീരുമ്പോൾ, എല്ലാ ദുഷ്ടതയുടെയും എല്ലാ ചതിവിൻ്റെയും എല്ലാ വഞ്ചനയുടെയും എല്ലാ പാപത്തിൻ്റെയും ആത്മാവിൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുമ്പോൾ എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെയും പാപപ്രകൃതിയായിരിക്കും. എൻ്റെ ആത്മാവ്, വളരെ ശ്രദ്ധിക്കുക, ആത്മാവ് നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കണം. നമ്മുടെ ദേഹി എന്ത് നിരൂപിക്കുന്നോ അത് നമ്മുടെ ശരീരത്തിൽ കൂടി നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ സ്ഥിരം മദ്യപാനിയായ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ മദ്യപാനത്തിലേക്ക് എൻ്റെ സമയം വരുമ്പോൾ ഞാൻ പോകുന്നത് വളരെ ആലോചിച്ച്, ആരും കാണാതൊക്കെ ആ മദ്യഷാപ്പിലേക്ക് പോകുക, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കുകയോ ഒക്കെ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞു. എന്ത് പാപം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ നിരൂപിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മൾ ഏതിനാണ് ഇൻഫ്ലുവൻസ് ആയിരിക്കുന്നത് അതിന് നമ്മൾ അടിമയായി തീരുകയാണ്. സ്ഥിരം ഒരാൾ വ്യഭിചാരം ചെയ്താൽ, ഒരാൾ തെറ്റ് ചെയ്താൽ അവൻ ചില കാലങ്ങൾ കഴിയുമ്പോൾ അതിന് അടിമയായി തീരുകയാണ്. അതിന് ദൈവവചനം പറയുന്നത് ദൈവം അവനെ വിറ്റുകളഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് അടിമയായിട്ടിരിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൺട്രോൾ എടുക്കുമ്പോൾ നമ്മൾ അതിനടിമയായി തീരുകയാണ്. ഇവിടെ നമുക്ക് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നെല്ലാം അവിടെ പറയുന്ന വളരെ സന്തോഷകരമായ കാര്യങ്ങളുണ്ട്. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം, അതാണ് അവ തമ്മിൽ പ്രതികൂലമല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരിക്കും. എൻ്റെ ബയോളജിക്കൽ ബോഡിയിൽ എനിക്ക് നീഡായിട്ടുള്ള പലതിൻ്റെയും ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കാം. എന്നാൽ ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ, ഈ ജഡാഭിലാഷത്തിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ എനിക്ക് നിയന്ത്രിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ കൺട്രോൾ ചെയ്യണം.
അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ അതിനുശേഷം ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ പ്രവൃത്തികളും പറയുന്നുണ്ട്. അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. വിത്ത് ഓൾ ഇറ്റ്സ് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ് ഇറ്റ് ഈസ് ക്രൂസിഫൈഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ജഡത്തിൽ ഒത്തിരി താല്പര്യങ്ങളുണ്ട്, എൻ്റെ ജഡത്തിന് ഈ ലോകത്തെ പോലെ ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിനോട് ചേർന്ന് എന്നെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഹൃദയം നിറഞ്ഞു വരുന്ന ദൈവീക പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്നത്. എന്നാൽ ഈ ആത്മാവിനെ നീ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ നീ സാത്താന്റെ ആത്മാവിന് അധിപതിയായിട്ടില്ല. നിനക്ക് ദൈവത്തിന്റെ ആലോചന ലഭിക്കാതെ, ദൈവത്തിന്റെ കൺട്രോൾ ഇല്ലാതെ നിന്റെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്യുവാൻ തക്കോണം നീ കടന്നു പോകും. ഇതിനെ നമുക്ക് റോമാലേഖനത്തിലെ ചില വാക്യങ്ങൾ വായിച്ചൂടെ അവസാനിപ്പിക്കേണ്ടതുണ്ടല്ലോ. റോമാലേഖനം 6-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ അതിനെ ആധാരമായിട്ട് നമുക്ക് ചിന്തിക്കുക. അവിടെ 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ എന്തുകൊണ്ട് ആത്മീയരായിട്ട് ജീവിക്കുന്നില്ല എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ അതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നേരത്തുമില്ല. അതിൻ്റെ 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഒരു ദൈവവേദനയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതൊരു ലക്ഷണം എന്ന് പറയുന്നത്, പ്രൂഫ് എന്ന് പറയുന്നത് അവന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ. അത് ചിലപ്പം കോടികൾ കിട്ടുന്ന ആഗ്രഹങ്ങളായിരിക്കാം. അത് പക്ഷെ അവന്റെ ജഡിക somehow to gratify the desire of the flesh. നമ്മുടെ ജഡത്തിനെ സന്തോഷിപ്പിക്കുന്ന അനേക കാര്യങ്ങളായിരിക്കാം, ജഡത്തിന് സുഖം തരുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ അത് ആത്മാവ് പ്രതികൂലമാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് പ്രതികൂലമായിരിക്കുന്നെങ്കിൽ, ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും പ്രതികൂലമായിരിക്കുന്നത് പോലെ എന്നിൽ ആത്മീയനായി ഞാൻ തീരണമെങ്കിൽ, ഞാൻ പറയട്ടെ, എല്ലാവരും ആത്മീയരല്ല. ജഡത്തിന്റെ ഇഷ്ടത്തിനും ജഡത്തിന്റെ ആഗ്രഹങ്ങളും ചെയ്യുന്നവൻ ജഡികനാണ്. ആത്മാവിന്റെ പ്രവൃത്തി അനുസരിച്ച് ആത്മീയമായത് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവമക്കളൊക്കെ ആത്മീയരായി തീരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞത്? നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരുന്നു. ക്രൂസിഫൈഡ്. എന്താണ് ഈ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്? കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നു കഴിഞ്ഞാൽ അതോടുകൂടി എൻഡ് ഓഫ് ഇറ്റ്. അവിടെ എന്താ പറയുന്നത്? മരിച്ചവൻ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു, ഡെലിവേർഡ് ഫ്രം ദി കേഴ്സ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനോടുകൂടി മരിച്ചു എങ്കിൽ എന്ത് ചെയ്യും? അവനോടുകൂടി ജീവിക്കും. എൻ്റെ ജഡശരീരം ക്രിസ്തുവിനോട് മരിക്കുന്നില്ല എങ്കിൽ എനിക്ക് ക്രിസ്തുവിനോട് ജീവിപ്പാനായിട്ട് കഴിയില്ല. ഈ ലോകവും അതിൻ്റെ മോഹവും ലോകത്തിൻ്റെ മഹത്വവും ലോകത്തിൻ്റെ പ്രതാപവും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ കണ്ട് ഇന്ന് ദൈവമക്കൾ കണ്ണ് മഞ്ഞളിച്ച് ഈ ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ അവരുടെ അകത്തെ മനുഷ്യന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയങ്ങളിൽ വാഴാതെ വരികയാണ്. അതിന്റെ 12-ാം വാക്യം നോക്കിയേ, ആകയാൽ പാപം നിങ്ങളുടെ മധ്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അത് മറ്റു ട്രാൻസ്ലേഷനിൽ പറയുന്നത് it should not rule your heart. നിന്റെ ഹൃദയത്തിന്റെ ഭരണം, നിന്റെ ഹൃദയത്തിന്റെ കർത്തവ്യം എന്ത് ചെയ്യരുത്? നിന്റെ ജഡം ഏറ്റെടുക്കരുത്. ഇവിടെ പറയുന്നത് പാപ സ്വഭാവം നിങ്ങളുടെ മധ്യ ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുവാൻ വേണ്ടി ഇനി വാഴരുത്. അത് മാത്രമല്ല, ആരാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത്? ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴണം എന്ന് പറഞ്ഞാൽ Christ should rule in your heart. He should reign in your heart. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയും കർത്താവ് നമ്മുടെ ഹൃദയത്തിന് കൺട്രോൾ ഏൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിലെ അവിടെ നീതിയുടെ അവയവങ്ങളായിട്ട് നമ്മുടെ ശരീരങ്ങളെ നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അവിടെ പറയുന്നത് കൃപയ്ക്കത്ര അധീനരാകിയാൽ, നാം ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇതൊരു വലിയ വിഷയമാണ്, ന്യായപ്രമാണത്തിൻ്റെ കർത്തൃത്വവും കൃപയുടെ കർത്തൃത്വവും. അത് സമയമില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അത് ഇപ്പോൾ പോകാൻ നിർത്തില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ന്യായപ്രമാണം എന്ന് പറയുന്നത് ദോഷമെന്നുള്ള രീതിയിലല്ല അവിടെ പറയുന്നത്. ന്യായപ്രമാണം എപ്പോഴും മനുഷ്യൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. ന്യായപ്രമാണം പറയുകയാണ് ഇന്നത് ചെയ്യരുത്, ഒരു വലിയ കൽപ്പന കൊടുക്കുകയാണ്. നീ
മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, എന്തെല്ലാമാണോ അതെല്ലാം ന്യായപ്രമാണത്തിലുള്ളതെല്ലാം ചെയ്യുകയാണ്. എന്നാൽ ന്യായപ്രമാണത്തിന് ഇത് പറയുവാൻ കഴിയും, എന്നാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുവാനുള്ള ശക്തിയില്ല. നമ്മൾ അതിൻ്റെ അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ആത്മാവാണ് ദൈവം നമുക്ക് തന്നത്. ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രമാണമായിരുന്നു ന്യായപ്രമാണമെങ്കിൽ കർത്താവ് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സ്വയമേ കഴിയില്ല. എന്നാൽ നമുക്കത് കഴിയും. എപ്പോഴാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ. ഒരു പക്ഷെങ്കിൽ ഈ ലോകത്തിലെ ഒരു പാപം കാണുമ്പോൾ, ഈ ലോകത്തിൽ എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹമുള്ള ഒരു പാപം കാണുമ്പോൾ അതിനെ ഞാൻ ഓവർകം ചെയ്യുന്നത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കഴിവുകൊണ്ടാകുമ്പോൾ മാത്രമേ എനിക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുള്ളൂ, അതിനെ ജയിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നാം വളരെയധികം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ന്യായപ്രമാണത്തിലല്ല, കൃപയ്ക്ക് ആത്മീയനാകിയാൽ നാം പാപം ചെയ്യുന്ന ഒരു നാൾ വരുത്. ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴേ അവിടെ പറയുന്നത് അബ്സല്യൂട്ട് സറണ്ടറിങ്, അബ്സല്യൂട്ട് സബ്മിഷൻ, അബ്സല്യൂട്ട് ഈൽഡിങ്, പരിപൂർണമായ നിയന്ത്രണം, പരിപൂർണമായ സമർപ്പണം, സമ്പൂർണമായ നമ്മുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണം മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയുള്ളൂ. അതിൻ്റെ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 12 മുതലുള്ള വാക്യം വായിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്ന നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടത്തുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ പറ്റി അല്ല പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന പ്രായോഗിക ജീവിതത്തെ ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും. വാസ്തവത്തിൽ ഇന്നത്തെ ദൈവമക്കള്, ഇവിടെ ഇരിക്കുന്ന പല ദൈവമക്കളും ഒന്ന് ചിന്തിക്കുക, നമ്മൾ യഥാർത്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് സ്പിരിച്വൽ ലൈഫ് ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒത്തിരി പണം കാണും, ഒത്തിരി ലക്ഷറി കാണും, ഒത്തിരി ഇൻഫ്ലുവൻസ് കാണും, വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എപ്പോഴും ജീവൻ എന്ന് പറയുന്നത് ആത്മീയ ജീവനാണ്, ക്രിസ്തുവിനോടുള്ള ജീവനമാണ്. ക്രിസ്തുവിനോടുള്ള ജീവിതം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജീവിതമാണ്. അതിന് അവിടെ അതിൻ്റെ 7-ാം വാക്യത്തിൽ വന്ന ആത്മാവിൻ്റെ ചിന്തയോ ജീവന് സമാധാനം, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഞാൻ പറയട്ടെ, ദ എവിഡൻസ് ആൻഡ് ദ പ്രൂഫ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് വെദർ ഹീസ് എ ബിലീവർ എന്നുള്ളതിന്റെ തെളിവെന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ ആരും രക്ഷിക്കപ്പെടുന്നതല്ല ഞാൻ പറഞ്ഞത്, അവന്റെ ജീവിതത്തിൽ ആത്മീയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. എന്നും പാപം ചെയ്തുകൊണ്ട് ഒരു കുറ്റബോധവുമില്ലാതെ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥമായിരിക്കുന്ന വീണ്ടും ജനനം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. യഥാർത്ഥമായിരിക്കുന്ന വീണ്ടും ജനനം നടത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ നിയന്ത്രിക്കും, അവനെ അതിൽ നിന്ന് മാറുവാനായിട്ട് കഴിയും. ഇത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അത് നമുക്ക് ചിന്തിപ്പാൻ സമയമില്ലല്ലോ. 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും തിന്മ ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രമാണം ഞാൻ കാണുന്നു. അവിടെ 3 പ്രമാണത്തെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പാപത്തിൻ്റെ പ്രമാണം, അതിനുശേഷം യഥാർത്ഥമായ ന്യായപ്രമാണത്തെ പറ്റി പറയുന്നുണ്ട്, പാപത്തിൻ്റെ പ്രമാണത്തെ പറ്റി പറയുന്നുണ്ട്, മൂന്നാമതൊരു ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം. പരിശുദ്ധാത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാപത്തിന്റെ മേലും പാപത്തിന്റെ അനന്തരഫലങ്ങളിൽ മേലും എനിക്ക് ജയം കൊള്ളാനായിട്ട്. ഒരുപക്ഷെ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ ജഡശരീരത്തിൽ അറിയാതെ ഞാൻ പാപം ചെയ്തു എന്ന് വരാം. എന്നാൽ ഞാൻ അതിനെ ഓവർകം ചെയ്യുന്നത് എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ടല്ല, എൻ്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, എൻ്റെ ആത്മാവിനിൽ പ്രവർത്തിച്ച് അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അവന് പറയുന്നത് ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും കഴിയുന്നില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രമാണം കാണുന്നു, എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, അതെന്നെ എൻ്റെ പാപസ്വഭാവത്തിന് അടിമയാക്കി കളയുന്നു. ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആർ ഉപയോഗിക്കും? അതിൻ്റെ അടുത്ത ഉത്തരം പറയുകയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഉത്തരം, ഞാനൊന്ന് സ്തോത്രം ചെയ്യുന്നു. അവിടെ നമ്മൾ പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം
എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും സ്വഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നു. അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ലോകത്തിലേക്ക് അയച്ചു. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ന്യായപ്രമാണത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ എന്നെ രക്ഷിപ്പാൻ കഴിയേണ്ടതിന് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. കാൽവറി ക്രൂശില് നാം കാണുന്നത് ദൈവം മരിക്കുന്നതായിട്ടാണ്. ദൈവം മനുഷ്യനായിട്ട് എനിക്ക് വേണ്ടി ഒരു ജഡശരീരം ഏറ്റുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തുപ്പലേറ്റു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവനോട് പരിഹസിക്കപ്പെട്ടു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അടിച്ചു. അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. അവൻ നിത്യനായ ദൈവമായിരുന്നു. അവൻ്റെ സകല ശിക്ഷയും അവൻ്റെ മേലായി. എന്തിനാണ്? എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മളവിടെ കാണുന്നത്. ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, അല്പസമയം എടുക്കുന്നത് ക്ഷമിക്കുക, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഈ പുരോഹിതൻ യാഗം കഴിച്ച് രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നതാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ ജനമെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പാപം, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപം ഈ പുരോഹിതൻ ആ കൃപാസനത്തിൽ തളിക്കുമ്പോൾ എനിക്ക് താൽക്കാലികമായ രക്ഷ പ്രാപിക്കും, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ ജനം അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് പുരോഹിതൻ അവിടെ ചെന്നിട്ട് ആ സമാധാനം കൂടെ നമുക്കറിയാൻ അതിവിശുദ്ധ സ്ഥലത്ത് ആ കൃപാസനത്തിൽ അതിനെ തളിക്കുകയാണ്, രക്തം തളിക്കുകയാണ്. കാരണം അത് ഈ മൃഗത്തിന്റെ തലമേൽ കൈവച്ചിട്ട് ഈ അർപ്പകൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പാപങ്ങളും ഞാൻ ചെയ്ത കുറ്റങ്ങളും എല്ലാം എനിക്ക് പകരമായി ഈ നിർദോഷമായിരിക്കുന്ന മൃഗം എനിക്ക് പകരമായി മരിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണമായിരിക്കുന്ന പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം, പാപത്തിന്റെ മരണം ആ മൃഗം ഏൽക്കുന്നതുകൊണ്ട് എനിക്ക് താൽക്കാലികമായിട്ട് രക്ഷ കിട്ടുന്നു എന്ന് പറയുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാൽവറി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു അവൻ ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠമാരായിട്ട് ഈ സൃഷ്ടിയിൽപ്പെട്ടതല്ല, വലിപ്പവും തികവുമേറിയ അവന്റെ സ്വന്തം ശരീരത്തിൽ കൂടെ കടന്നുപോയിട്ട് സ്വർഗത്തിൽ വാസ്തവമായിരിക്കുന്ന ദൈവസന്നിധിയിൽ, സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ അവന്റെ രക്തം കൊടുത്തു നമ്മളെ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കാൻ. കാരണം ആ രക്തവുമായിട്ട് സ്വർഗസ്ഥലങ്ങളിൽ ചെന്നു, സ്വർഗത്തിൽ എന്നെ അവകാശിയാക്കി. ആ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ കർത്താവ് മരിച്ചത്, കർത്താവ് അടക്കപ്പെട്ടത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്. അവൻ ഇത് എനിക്ക് വേണ്ടി 24/7 ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, 365 days എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു യാഗവസ്തുവും അത് മരിച്ചു കഴിയുമ്പോൾ, അതിനെ യാഗം കഴിച്ചു കഴിയുമ്പോൾ അത് ഹോമയാഗമാണെങ്കിൽ അത് ചാരമായി മാറും. അവർക്ക് പിന്നെ അതിൽ പ്രശംസിക്കാനൊന്നുമില്ല. എന്നാൽ കാൽവറി ക്രൂശിലെ യാഗം അതല്ലായിരുന്നു. മരണത്തെയും പാതാളത്തെയും ജയിച്ച് മരണത്തിന് ശമ്പളമായിരിക്കുന്ന പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും ഒരു പക്ഷേ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ചില കല്ലറകൾ എന്ത് ചെയ്തു? തുറന്നു. പക്ഷെ ആ കല്ലറയിൽ നിന്ന് ശവങ്ങൾ ഉയർത്തെഴുന്നേറ്റ് എപ്പോഴാണ്? 3-ാം ദിവസം യേശു ക്രിസ്തു കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. യേശു ക്രിസ്തു കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് എനിക്ക് നിത്യജീവൻ കിട്ടാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രൂഫ്. കല്ലറകൾ പലതും, പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ പരിഹാരം അവൻ വരുത്തി കഴിഞ്ഞപ്പോൾ പല കല്ലറകളും തുറന്നു. എന്നാൽ ആ കല്ലറകളിലെ ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷമാണ്. കാരണം ഒരൊറ്റ വ്യക്തി മാത്രമേ മരണത്തിന്റെ പരിഹാരമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് ശരീരത്തിന് രൂപാന്തരം സംഭവിച്ചുള്ളൂ. പാവമുള്ള ശരീരത്തെ അവൻ പാവമില്ലാത്ത ശരീരമാക്കി മാറ്റുകയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരം പാവമുള്ളതെന്നല്ല പറഞ്ഞത്, മാനസികമായ ശരീരമായിരുന്നു. അതൊരു മോർട്ടൽ ബോഡിയായിരുന്നു, അതൊരു ഭൗതികമായ ശരീരമായിരുന്നു, മണ്ണിൽ നിന്നുള്ള ശരീരം പോലൊരു ശരീരമായിരുന്നു. സ്വർഗത്തിൽ നിന്നായിരുന്നെങ്കിൽ തന്നെയും അത് ഡീക്കേഡ് ബോഡിയായിരുന്നു. അത് ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ ക്ഷീണവും ഒക്കെ ഉള്ള ശരീരമായിരുന്നു. ആ ശരീരം മാറി രൂപാന്തരപ്പെട്ട് അത് സ്വർഗത്തിലേക്ക് പോയി. അതെന്താണ് തെളിയിക്കുന്നത്? ഞാനും അതുപോലെ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ വന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ക്രിസ്തു വാഴുന്നു എങ്കിൽ മാത്രമേ എൻ്റെ ആത്മാവും എൻ്റെ ദേഹവും ദേഹിയും ഒരുപോലെ യേശു ക്രിസ്തുവിന്റെ നാളിലേക്ക് പ്രത്യക്ഷപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. കാരണം
എൻ്റെ ദേഹത്തെ ശുദ്ധീകരിക്കുന്നത്. ഈ ജഡത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മർത്യശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ആ വിശ്വാസം എന്നുള്ളത് തന്നെ അനേക മണിക്കൂറുകൾ പറയാനുണ്ട്. അവിടെ പറഞ്ഞത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എന്നിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. കാരണം നമ്മളുടെ ആ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച് കൊള്ളരാത്തവരായി തീരാതിരിക്കേണ്ടത് ഞാൻ എന്നെ തൻ്റെ ദേഹത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ജീവിതത്തിൽ സാക്ഷ്യമുള്ളവരായി തീരേണ്ടതിന്. അവൻ്റെ ആഗ്രഹങ്ങളെ, അവൻ്റെ ജീവിതത്തിൻ്റെ മോഹങ്ങളെ, അവൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകളെ, ഈ ലോകത്തോടുള്ള ആഗ്രഹങ്ങളെ, ഈ ലോകത്തോടുള്ള പറ്റുവരവുകളെ, ജഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അവൻ ക്രൂശിക്കുകയാണ്. അതിനെ എല്ലാം അവൻ അടിച്ചമർത്തുകയാണ്. അവൻ മോട്ടിഫൈ യുവർ ഫ്ലഷ് എന്നാണ് പറഞ്ഞിരുന്നത്. മോട്ടിഫൈ യുവർ എർത്ത്ലി ബോഡി. നമ്മുടെ മോഹങ്ങളെ അതിനെ മോട്ടിഫൈ ചെയ്യണം, മരിപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ മരിപ്പിക്കണം. ദൈവത്തിന് വിരോധമായിരിക്കുന്ന ആ മോട്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു വസിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കൺട്രോൾ യേശുക്രിസ്തു ഏറ്റെടുക്കണം. നമ്മുടെ പാപസ്വഭാവങ്ങളെ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കണം. ആ പാപസ്വഭാവം അതിനെ നള്ളിഫൈ ചെയ്യണം, അതിനെ ഇന്നാക്റ്റീവ് ആക്കണം. പലപ്പോഴും ജഡം പൊങ്ങി വരുവാനായിട്ട്, കാരണം ജഡത്തിൽ സന്തോഷമുള്ള കാര്യമാണ്, ജഡത്തിൽ ഉല്ലസിക്കുക എന്ന് പറയുന്നത് താല്പര്യമുള്ള കാര്യമാണ്. ദൈവമക്കളല്ലാത്തവരും എല്ലാം ഒരുപോലെ ഇന്ന് ലോകത്തിൽ ജഡത്തിൻ്റെ മുറത്തെ പോയി, ലോകത്തിൻ്റെ പുറകെ പോയി, ലോകത്തിൻ്റെ ഉല്ലാസങ്ങളിലേക്കും ജഡത്തിലേക്കും കടന്നു വന്നിട്ട് ദൈവവചനത്തിന് അവൻ്റെ ഹൃദയത്തിൽ യാതൊരു സ്ഥാനവുമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിപ്പാൻ കഴിയാതെ വന്നും അവൻ പിന്മാറിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ഇന്ന് രാത്രി എന്നെ കേട്ട എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. എൻ്റെ എല്ലാ ജഡത്തിൻ്റെ ചിന്തകളെയും യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് അത് മരിപ്പിക്കാം. ഒത്തിരി ആഗ്രഹങ്ങൾ കാണും, അറിയാതെ നമ്മൾ ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്തെന്ന് വരാം. എന്നാൽ ഈ പാപബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എത്ര പ്രാവശ്യം ഒരു ദിവസം പാപത്തെ ഏറ്റുപറയുന്നുണ്ട്? എത്ര പ്രാവശ്യം ദൈവമേ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കാരണം ഈ കുറ്റബോധം നമ്മുടെ ഹൃദയത്തേക്ക് വരാറുണ്ടോ? കുറ്റബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രഥമ ലക്ഷണം, പ്രഥമ പ്രൂഫ് എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരും, എൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധം വരും, ദൈവം എനിക്ക് ബോധം വരുത്തും, അത് ഏറ്റുപറയും, ഉപേക്ഷിക്കും. ഐ വിൽ ബി റെക്കൺസൈൽഡ് വിത്ത് ഗോഡ്. ദൈവത്തിലേക്ക് മടങ്ങി വരും, ഞാൻ ഏറ്റുപറയും, അത് കൺഫസ് ചെയ്യും, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് നിരപ്പിൻ്റെ ശുശ്രൂഷയിൽ the fruit of the repentance, അതായത് നമ്മൾ റിപ്പന്റ് ചെയ്തതിൻ്റെ രീതിയിലുള്ള അതിൻ്റെ ഫ്രൂട്ടില്, മാനസാന്തരത്തിൻ്റെ ഫലത്തിൽ നമ്മൾ ജീവിക്കും. മാനസാന്തരമുള്ള ഹൃദയമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഏവർക്കും പ്രകാരം കടന്നു വന്ന് അല്പസമയം അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിനുശേഷം ദൈവവചനം ശ്രവിക്കുവാനും തക്കവണ്ണം ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രാണനെയും ദേഹിയെയും ദേഹത്തെയും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടണം, അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമുക്ക് ലഭിച്ചത്. അതിന് ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുക. കാരണം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ആ ഒരു പരിശ്രമം നമ്മളെപ്പോഴും തുടർമാനമായി നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവോളം നാം ആ നിലയിൽ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന കാര്യമാണ് ഇന്ന് പ്രിയ ജെയിംസ് സാമുവൽ അങ്കിൾ തൻ്റെ സന്ദേശത്തിലൂടെ നമ്മെ ഓർപ്പിച്ചത്. വരുന്ന ആളുകളിൽ
നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധന ചെയ്യാം. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ രാഗമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട്, നിരന്തരം ക്രൂശിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഈ സന്ദേശം ഇന്ന് ഈ സന്ധ്യാസമയത്ത് നൽകിയ പ്രിയ കർദാസൻ ജെയിംസ് സാമുവൽ അവർക്കുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പലർക്കും അറിയുന്നത് പോലെ താൻ വളരെയധികം ശുശ്രൂഷകൾ ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് മധ്യേ പ്രിയ ദേവദാസൻ നമുക്ക് പ്രത്യേകം ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിലും ദേവതാ മഹത്വത്തിനായിട്ട് അനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് പ്രിയ കർദാസനെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ നവീൻ ജോസഫിനുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയ മകനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും നാളുകളിലും ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സഹകരിക്കുകയും ഈ TBF മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയ ജേക്കബ് അങ്കിൾ പേർക്കൊടെ ആയിരിക്കുന്ന പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ അങ്കിളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ വിഷയം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളോടൊപ്പം സഹകരിക്കുന്ന പ്രിയ സന്തോഷ് മാത്യു കൊട്ടാരക്കര, പ്രിയ കർത്തദാസൻ്റെ മാതാവിന് ക്യാൻസർ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രതികാൽ പ്രിയ കർത്തദാസൻ്റെ മാതാവിനെയും ആ കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമേ, ഈ സന്ധ്യാസമയം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു. കർത്താവിൻ്റെ വചനത്തിന് കീഴിലായിരിക്കാനും കർത്താവെ നല്ല പാട്ടുകൾ പാടി നിന്നെ സ്തുതിപ്പാനും എല്ലാം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു. ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത കർത്താവിനെ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവിൻ്റെ ആത്മാവുമായി പറ്റിച്ചേർന്ന് ഒരാത്മാവായി തീർന്ന് ആത്മാവിൽ ജീവിപ്പാൻ ഞങ്ങളെ അധികമായിട്ട് കർത്താവ് സഹായിക്കണമേ. ഓരോ ദിവസവും കർത്താവുമായിട്ട് ഞങ്ങൾ കർത്താവ് നിരപ്പ് പ്രാപിച്ച് ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ദിനംതോറും ബലപ്പെടുത്തി കർത്താവെ നിൻ്റെ ഹിതം ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഏവരെയും അധികമായിട്ട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. വനം തന്നായ കർത്തദാസനെയും കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേലകൾ ശുശ്രൂഷകളിലെല്ലാം കർത്താവ് അധികമായിട്ട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നോർത്ത് ഇന്ത്യയുടെ മേഘാലയയുടെ ഭാഗത്തൊക്കെ കർത്താവെ നടക്കുന്ന വേലയെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ നടക്കുന്ന ട്രാൻസ്ലേഷൻ വർക്കും കർത്താവെ അത് ആ ട്രൈബ്സിൻ്റെ ഇടയിൽ നടക്കുന്ന വേലയെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ അവിടെയെല്ലാം കർത്താവ് അധികമായിട്ട് കർത്താവിൻ്റെ കൃപ ചൊരിയണമേ. അനേകർ ക്രിസ്തുവിനെ അറിയുവാനും കർത്താവെ നിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് പ്രവേശിപ്പാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ കർത്താവെ സ്വാതന്ത്ര്യം എല്ലാം കർത്താവെ ഇപ്പോൾ നിന്നു പോകുന്ന അവസ്ഥയിലാണ്. പലയിടത്തും സുവിശേഷ വിരോധികളാൽ കർത്താവെ സുവിശേഷം പറയുവാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ കർത്താവെ നീ പ്രവർത്തിക്കണമേ. കർത്താവെ, അനേകരുടെ ഉള്ളങ്ങളിൽ കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം, കർത്താവെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിനെ ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ആ വേലയിലായിരിക്കുന്ന എൻ്റെ മക്കളെയെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവെ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവരെ കാത്തു പരിപാലിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഈ ബൈബിൾ ഫെലോഷിപ്പിനെ കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അനേകർക്ക് കർത്താവെ ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ അനേകരുടെ
ഈ ശുശ്രൂഷയ്ക്ക് വരുവാനും കർത്താവെ വചനം കേൾപ്പാനും ഒക്കെ ഇടയായി. എന്നാൽ കർത്താവെ ഇപ്പോൾ വളരെ ശോഷിച്ച അവസ്ഥയിലാണ്. എന്നാൽ കർത്താവ് അതിനെ അറിയുകയും ചെയ്യണമേ. കർത്താവ് അധികമായിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരെ കൂട്ടിവരുത്തുവാനും കർത്താവിൻ്റെ ആ ശുശ്രൂഷ ശക്തിയോടെ മുമ്പോട്ട് പോകുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. നല്ല പാട്ടുകൾ പാടിയ നിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അധികമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വ്യാപനാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൂടി വന്ന എല്ലാവരെയും കരങ്ങൾ ഞങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ആവശ്യങ്ങളുടെ മധ്യേ കർത്താവ് സഹായിയും കർത്താവ് എല്ലാമായി തിരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. തന്ന കർത്താവെ പ്രാർത്ഥനാ വിഷയം സന്തോഷ് മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ അധികമായിട്ട് വർഷിക്കണമേ, ആശ്വാസം കൊടുക്കണമേ, സൗഖ്യം പകരണമേ. നീ ഞങ്ങളുടെ നല്ല വൈദ്യനായിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഏത് രോഗമായിരുന്നാലും കർത്താവെ, ശാസ്ത്രം എന്തെല്ലാം പറഞ്ഞാലും കർത്താവെ, നിന്നാൽ മാറാത്തതായിട്ടൊന്നുമില്ല, നീ തൊട്ടാൽ സൗഖ്യമാകാത്തതായിട്ടൊന്നുമില്ല. കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തുതി സ്തോത്രം. ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് വീണ്ടും കർത്താവെ നിന്നെ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഇനി ഞങ്ങൾ കൂടി ഒരുവോളം കർത്താവിൻ്റെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ഞങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഞങ്ങൾ കേട്ടായ വചനത്തിന്മേലും എല്ലാ കാര്യത്തിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.